നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 28-ാം തീയതി 1200-ാം ആണ്ട് കുംഭമാസം 16-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ശുക്രവാരം, ശുക്രൻ്റെ ദിവസം, അസുരഗുരുവിൻ്റെ ദിവസം, ഐശ്വര്യത്തിൻ്റെ ദിവസമാണ്. ഇന്നത്തെ നക്ഷത്രവും ചതയം നക്ഷത്രമാണ്. അപ്പോൾ ചതയ നക്ഷത്രം, ശുഭനക്ഷത്രം, ശുഭദിവസം. അപ്പോൾ നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. ശുഭദിനം ശുഭകാര്യങ്ങൾക്ക് നമുക്ക് അനുകൂലപ്രദമാണ്. ശുഭപ്രദമായ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് തിരഞ്ഞെടുക്കാം. അതേപോലെ തന്നെ ശുഭപ്രദമായ എല്ലാ കാര്യങ്ങൾക്കും ആ സമയം നമുക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ കാര്യം നോക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാർഷിക ഫലത്തെ ചിന്തിക്കുകയാണ്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ കുറേ ഗുണഫലങ്ങൾ കുടുംബത്തിനകത്ത് വന്നു ചേരും. സാമ്പത്തിക പുരോഗതി വരും, കുടുംബജീവിതത്തിൽ ഉന്നതി ഉണ്ടാവും, ഗ്രഹോപകരണങ്ങൾ വാങ്ങും, വാഹനഭാഗ്യം ഉണ്ടാവും, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. അതുപോലെ കല്യാണ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് പരിഹരിക്കപ്പെടും. ഇങ്ങനെ കുറേ ഏറെ സന്തോഷങ്ങൾ കുടുംബത്തിനകത്ത് വന്നു ചേരും. അതുപോലെ ഇന്നും നമ്മൾ ഐശ്വര്യപ്രദമായ അവസ്ഥകൾ ഉണ്ടാവുന്ന കാലഘട്ടമാണ്. എങ്കിലും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കിയിട്ട് വേണം ഒരു കാര്യത്തിന് ഇറങ്ങാൻ. ഓരോ ആൾക്കാർ ഇതിനിടയ്ക്ക് ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് കൊള്ളാം, 12 മണിക്കൂറുണ്ട് പകൽ. പക്ഷേ എങ്കിലും കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ചില സമയങ്ങൾ, പോകുന്ന യാത്രയിൽ ചില സ്ഥലങ്ങൾ നമുക്ക് സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ട് രാഹുകാല സമയം യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. 10:30 മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാല സമയം 11 മണി 8 മിനിറ്റ് തൊട്ട് 12:37 വരെയാണ് രാഹുകാല സമയം. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതിൽ ഗുളികകാല സമയം വരുന്നത് 8 മണി 11 മിനിറ്റ് തൊട്ട് 9:40 വരെയും യമകണ്ഠകാല സമയം വരുന്നത് ശരിക്ക് 3:34 തൊട്ട് 5 മണി 3 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം 12 മണി 13 മിനിറ്റ് തൊട്ട് 1 മണി 1 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരമാണ്. ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ടത് അവരുടെ വസ്ത്രധാരണം ശ്രദ്ധിച്ചോളണം. പ്രപഞ്ചത്തിൽ നിന്ന് ശുക്രൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് സ്വീകരിക്കണമെങ്കിൽ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വസ്ത്രം ധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. അതായത് റെഡ് കളറോ റെഡ് മിക്സ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഇന്ന് നല്ല ദിവസമാണ്. എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ, എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.